വന്നിട്ടുള്ളത് റമളാൻ ഡേ 2 ആയിട്ടാട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ. അപ്പം നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയും പത്തിരിയാട്ടം ഉണ്ടാക്കാൻ പോണേ. അപ്പം അതിനുള്ള ചിക്കനാട്ടോ ഇത് ബിരിയാണിക്കുള്ള. നമുക്ക് ഈ ബിരിയാണിക്കുള്ള ചിക്കനൊന്ന് മസാല തേച്ചെടുക്കാം. മസാല എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ്. പിന്നെ കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എല്ലാം ഇട്ട് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് പാനിലേക്ക് ഉള്ളിയും മസാലകളെല്ലാം ഇട്ടിട്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണീൻ്റെ മസാല അവിടെ റെഡി ആവണ നേരത്തെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ഞാൻ ഒരു മൂടീൻ്റെ അടുപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കറി ആയിട്ടുള്ളത് ബീഫ് കറി ആട്ടോ. അപ്പം അത് വറവിടാനുള്ള ഉള്ളിയെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വറവിട്ടെടുക്കാം. അപ്പം നമ്മൾ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊരിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ബിരിയാണിക്കുള്ള നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ്, വലിയ ജീരകം എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് അരിയും വെള്ളവും ഒഴിച്ച് നെയ്ച്ചോറുണ്ടാക്കിയെടുക്കാം. അപ്പം ഇനി നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എല്ലാ കട്ട്ലേറ്റും ഇതവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുക്കറിലുള്ള ചോറ് കുറച്ച് മാറ്റി വെച്ച് അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ആ മസാല ഇട്ട് കൊടുക്കാം. അപ്പം മസാല ഇട്ടതിൻ്റെ മേലെ ഒന്നും കൂടി നമുക്ക് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല ഇട്ട് നെയ്ച്ചോറും ഇട്ട് ദമ്മിട്ടെടുക്കാം. അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇത് എടുക്കാം കേട്ടോ. അപ്പം പത്തിരി ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അപ്പം നമ്മൾ പത്തിരി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാൽ ചായയും ബിരിയാണിയും പത്തിരിയും കട്ട്ലേറ്റും ബീഫ് കറിയും മുന്തിരി ജ്യൂസും എല്ലാം റെഡിയായി. ഇനി നമുക്ക് ബാങ്ക് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.